ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുത്തം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടിവിയിൽ എങ്ങനെ യൂട്യൂബ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് അടിച്ച് പോകാം. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് എന്റെ സ്മാർട്ട് ടി വി ആണ്, പക്ഷേ ഇത് ആൻഡ്രോയിഡ് അല്ല. ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എന്താ പറയുക, ആൻഡ്രോയിഡ് അല്ല, സ്മാർട്ട് ആണ്, LGന്റെ സ്മാർട്ട് ടി വി ആണ്. ഇതിൽ എന്താ പറയുക, എനിക്ക് യൂട്യൂബ് ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇൻസ്റ്റാൾഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ടി വി മേടിക്കുന്ന സമയത്ത് തന്നെ അത് ഓൾറെഡി അത് ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇൻബിൽഡ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് ആദ്യമായിട്ട് ടി വിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും മേ ബി കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൊബൈലിനകത്തുള്ള അക്കൗണ്ട് നമുക്ക് ഇതിനകത്ത് സൈൻ ഇൻ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പേജാണിത്. അത് സ്കാൻ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള, നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാനുള്ള പേജാണിത്. ഇത് നമുക്ക് രണ്ട് മെത്തേഡിലൂടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മൊബൈലിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ടിൽ സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ റിമോട്ട് ഉപയോഗിച്ചാണ് നമുക്ക് സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതവിടെ കണ്ടില്ലേ, സൈൻ ഇൻ വിത്ത് യുവർ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലങ്ങ് ഇതായി കഴിഞ്ഞാൽ ഓക്കെ അമർത്തി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ യൂട്യൂബ് ഇതാ അവിടെ വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ റിമോട്ടിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അടിച്ചു കൊടുത്തിട്ട് ഇതാക്കി. പക്ഷെ അത് കുറച്ച് പാടാണ് കേട്ടോ. നമ്മുടെ റിമോട്ടിലൊക്കെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ ഇതാക്കി ഡ്രാഗ് ഇങ്ങനെ ആക്കിയിട്ട് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് പാടാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ കുറച്ച് ലാഗ് ആവുന്നില്ലേ, അത് ഞാൻ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം, നിങ്ങൾ നേരെ ഗൂഗിൾ ലെൻസ് എടുക്കുക. ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് നമ്മുടെ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലേക്കായിരിക്കും പോവാ കേട്ടോ. യൂട്യൂബിലേക്കായിരിക്കും പോവാ. ഓക്കെ, യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, സൈൻ ഇൻ ടു യൂട്യൂബ് ഓൺ TV എന്ന് പറഞ്ഞിട്ടൊരു പോപ്പ് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. കുറച്ച് ലാഗ് ഉണ്ട് നമ്മുടെ വീഡിയോ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഹൈ റെസൊല്യൂഷനിലാണ് ഇത് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അതിന്റെ എന്താ പറയുക, സിസ്റ്റം ലാഗ് ആവുന്നതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ എന്താ പറയുക, ഹൈ റെസൊല്യൂഷനിലാണ് വീഡിയോ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സായിടെക് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ്ടില്ലേ ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു പേജിലേക്ക് പോകുന്നതാണ്. കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, കണക്റ്റഡ് ഡിവൈസ് ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വന്നിട്ടുണ്ട്. ഇതിൽ ഈ കോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ കോഡ് ഉണ്ടല്ലോ, അത് എന്താ പറയുക, സ്ക്രീനിൽ നമ്മുടെ TV സ്ക്രീനിൽ എൻ്റർ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കാണിക്കുന്നുണ്ട്. ആ കോഡും ഈ കോഡും സെയിം ആണെന്നുള്ളത് നമ്മൾ നോക്കുക. അത് സെയിം ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ സെലക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ട് അവിടെ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് അലോ കൊടുക്കുക കേട്ടോ. ഓക്കെ, അലോ കൊടുത്തു കഴിഞ്ഞാൽ യു ആർ നൗ സൈൻഡ് ഇൻ ടു ദ TV എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ TV നമ്മുടെ അക്കൗണ്ട് വരും. വേണ്ട, നമ്മുടെ അക്കൗണ്ട് അത് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലത്തെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇതുപോലൊരു ഐക്കൺ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ TVയിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ മൊബൈലത്തെ യൂട്യൂബും ഈ TVയിലത്തെ യൂട്യൂബും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐക്കണാണത്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ, ഇതിപ്പോൾ എൻ്റെ ഇവിടെ യൂട്യൂബ് ഓൺ TV, വെബ് വോയിസ് TV എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോണും എൻ്റെ ഈ TVയും കണക്ട് ചെയ്തിരിക്കുന്നത് സെയിം വൈഫൈ നെറ്റ്വർക്കിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വെബ് വോയിസ് TV എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചൊന്നും വരില്ല. നിങ്ങൾക്ക് വെറും ലിങ്ക് വിത്ത് TV കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി നിങ്ങൾ നേരെ എന്ത് ചെയ്യാന്നറിയോ, നേരെ നിങ്ങൾ റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്തിട്ട് ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇതിൽ ഞെക്കുക. ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഇവിടെ സെർച്ച്, ഹോം, ഫിലിംസ്, മ്യൂസിക്, പോഡ്കാസ്റ്റ്, ലൈബ്രറി, സബ്സ്ക്രിപ്ഷൻ, മോർ പറഞ്ഞിട്ട് ഒരു 1 2 3 4 5 6 7 8 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെ കണ്ടില്ലേ, താഴെ 9ാമതായിട്ട് ഏറ്റവും ലാസ്റ്റിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ അതിലേക്ക് നിങ്ങൾ പോവുക. നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു ബട്ടണിൽ അമർത്തിയിട്ട് താഴേക്കുള്ള ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ഈ ബട്ടണിൽ അമർത്തിയിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെയിലോ അല്ലെങ്കിൽ ഈ ബട്ടണിലോ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഗെറ്റ് യൂട്യൂബ് പ്രീമിയം, പിന്നെ പർച്ചേസസ് ആൻഡ് മെമ്പർഷിപ്പ്, ഓട്ടോപ്ലേ, നെക്സ്റ്റ് വീഡിയോ പ്രിവ്യൂസ്, റെസ്ട്രിക്റ്റഡ് മോഡ്, വാറന്റി കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ഓപ്ഷനിലേക്ക് അറിയിപ്പോണ്ട്, ഈ ലിങ്ക് വിത്ത് TV കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനില്ലേ, അതിലേക്ക് പോവുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു നീല കളർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കോഡ് ഉണ്ടല്ലോ, ഈ കോഡ്, ഈ 488 406 561 117 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതിൽ എൻ്റെ TV കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഗതിയിൽ വന്ന് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ,
ഓക്കെ, അയ്യോ എന്തോ എറർ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി ആക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ എറർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊന്ന് മാറ്റാട്ടോ. ഞാൻ ലിങ്ക് വിത്ത് വൈഫൈയിൽ പോയിട്ട് വീണ്ടും ഒന്നും കൂടി ലിങ്ക് വിത്ത് ടി വി കോഡിലേക്ക് വരുന്നു. ഇപ്പോൾ പുതിയ കോഡ് ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ അടിച്ച കോഡ് എന്തോ വർക്ക് ആവണില്ല, എന്താണാവും. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്റെ കറക്റ്റായിട്ട്. ഇനി ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ആ റേറ്റ് വെത്തുണ്ടാ. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ കണ്ടില്ലേ, ന്യൂ ഡിവൈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടി വിയിൽ എഴുതി കാണിക്കണ്ട. ന്യൂ ഡിവൈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടി വിയിൽ എഴുതി കാണിക്കുക. അപ്പൊ നമ്മുടെ മൊബൈലത്തെ യൂട്യൂബും ടി വിത്തെ യൂട്യൂബും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിമോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഈ മൊബൈൽ റിമോട്ട് ആക്കാം. അതാണ് ഇതിന്റെ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ട്, എന്തെല്ലാം വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാണുന്നു. ഷോർട്സ് പറ്റില്ല കേട്ടാ, വീഡിയോസ് മാത്രം. ഷോർട്സ് ഇതായി കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്ട് ചെയ്യാൻ പറയും. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് തരത്തിലുള്ള വീഡിയോസ് ഇതിൽ സെർച്ച് ചെയ്തിട്ട് പ്ലേ കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റഡ് ടു യൂട്യൂബ് ഓൺ ടി വി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം പിടിക്കേണ്ടത്. ഇപ്പൊ എന്റെ നെറ്റ് എന്തോ സ്ലോ ആണ്, അതാണ്. ഓക്കെ, ഇതാണ്ടില്ലേ നമ്മുടെ ടി വിയിൽ വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ മൊബൈലിൽ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ടി വിയിൽ വെക്കാം. ഇനി ഇത് ബാക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഇത്തരത്തിലൊരു പോപ്പ് വരുന്നതായിരിക്കും, ടി വി ക്യൂ വിൽ ബി ക്ലിയർഡ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് പ്ലെയർ കൊടുക്കാം. ക്ലോസ് പ്ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ എന്താ പറയുക വീഡിയോ ബാക്ക് ആയിട്ടുണ്ട്, ഹോം പേജിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇതിൽ വേറൊരു സംഗതി ഉണ്ട് കേട്ടാ. ഇതിന് നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇതിൽ യൂട്യൂബ് ഓൺ ടി വി എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു സ്ലൈഡർ കാണുന്നില്ലേ? ഈ സ്ലൈഡർ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം സ്ലൈഡർ ആണ്. അതായത് ഇത് ഇങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിവിന്റെ വോളിയം കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ്ട ഉണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ റിമോട്ടിലൊന്നും കുറയ്ക്കണല്ല കേട്ടാ, ഇനി അങ്ങനെ പറയണ്ട. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ്ട വോളിയം ഫുൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതിങ്ങനത്തെ ഒരു ഈ 4 ആരോസ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റിമോട്ട്. നമുക്ക് എന്താ പറയാ, ടി വി റിമോട്ട് യൂട്യൂബ് ആക്സസ് ചെയ്യാൻ ഇനി വേണ്ട. മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെയാണ് റിമോട്ട്. ഇനി നമുക്ക് ഈ സാധാ റിമോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ്ട ഇതില് മുകളിലേക്കും താഴേക്കും ആക്കുക, പിന്നെ റൈറ്റിക്കും ലെഫ്റ്റിക്കും ആക്കുക. പിന്നെ ഇതിലും വോയിസ് സെർച്ച് ഉണ്ട്. ഇതിൽ അമർത്തി കഴിഞ്ഞാൽ ടി വിയിൽ വോയിസ് സെർച്ച് ഓൺ ആവും. ഇനി നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ്. ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും വീഡിയോസ് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പേജിൽ നിന്ന് നമുക്ക് ബാക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക. ഇതാണ്ട ബാക്ക് അടിക്കാം, ബാക്ക് അടിച്ച് ഇതാക്കാം. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ടി വി ആയിട്ട് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതവിടെ കണ്ടില്ലേ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടി വി ആയിട്ടുള്ള കാസ്റ്റിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ എന്തായാലും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടി വിയിൽ യൂട്യൂബ് ഒന്നും എടുക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ടി വിയിൽ യൂട്യൂബ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.